ഹായ് ഗൈസ്, എല്ലാവർക്കും फ़्यूचर പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ എന്നോട് 2-3 ആൾക്കാർ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ വന്ന വീഡിയോ. അപ്പോൾ എങ്ങനെ നമുക്ക് കോപ്പിറൈറ്റുള്ള ഒരു മ്യൂസിക് കോപ്പിറൈറ്റ് കിട്ടാതെ യൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി പറയാൻ വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആ വീഡിയോക്ക് കോപ്പിറൈറ്റ് കിട്ടിയെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, നോൺ എന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ വീഡിയോക്ക് കോപ്പിറൈറ്റ് വന്നിട്ടില്ല ഗൈസ്. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത് കോപ്പിറൈറ്റുള്ള ഒരു മ്യൂസിക്കാണ്, പക്ഷേ ഈ വീഡിയോക്ക് കോപ്പിറൈറ്റ് കിട്ടിയില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ സെർച്ച് ബാറിൽ പോവുക. സെർച്ച് ബാറിൽ പോയിട്ട് ഓഡിയോ ലൈബ്രറി പ്ലസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഓഡിയോ ലൈബ്രറി പ്ലസ് ഒഫീഷ്യൽ റിലീസ് എന്നിട്ടൊരു ചാനൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വേറൊരു മോഡൽ ചാനലും കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ ലൈബ്രറി മ്യൂസിക് ഫ്രം കണ്ടൻസ്. ഇതിവിടെ നിങ്ങൾക്ക് കാണാം. ക്രിയേറ്റേഴ്സ് എന്നിട്ട് ഒരു ചാനലും കാണാം. ഇത് രണ്ടും ഏകദേശം ഒരേ ചാനലാണ് ഗേസ്. ഇത് രണ്ടിലും ഒരേ ചാനൽ മ്യൂസിക്കാണ് കിട്ടുക. പക്ഷേ ചിലതിൽ ഈ ചാനൽ കിട്ടുന്നത് ചിലപ്പോൾ മറ്റേ ചാനൽ കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ മറ്റേ ചാനൽ കിട്ടിയത് ഈ ചാനൽ കിട്ടിയെന്ന് വരില്ല. അങ്ങനെയല്ലാണ് ചില സമയത്ത്. ബാക്കിയൊക്കെ ഒരേപോലെയാണ് ഗേസ്, ഏകദേശം ഒരേപോലെയാണ്. പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കണ്ട നിങ്ങളുടെ ഓഡിയോ ലൈബ്രറി പ്ലസ് ഒഫീഷ്യൽ റിലീസ് എന്ന് പറഞ്ഞൊരു ചാനലാണ്. അത് ജസ്റ്റ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ആ ചാനലൊന്ന് ഓപ്പൺ ചെയ്യുക. ആ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറേ സോങ്സ് ഇവിടെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ സോങ്സ് ഉണ്ട്. ഇതിൽ എല്ലാം കോപ്പിറൈറ്റുള്ള സോങ്സ് ആണിത്. പക്ഷെ നമുക്കിത് കോപ്പിറൈറ്റ് കിട്ടാതെ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അധികം അറിയാം, എന്നാലും കാണിച്ചു തരാം. അതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇവരെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഈ മോർ എന്ന് പറഞ്ഞ ഭാഗത്തൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രാക്ക് എന്നിട്ടൊരു സംഭവം ഇവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കും. ഞാൻ ഈ ചുവന്ന കള്ളിയിലിട്ട ഈ സംഭവം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യണം. അപ്പോൾ ആ കോപ്പി ചെയ്യുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് കോപ്പി ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിങ്ങനെ കോപ്പി ചെയ്യുന്ന കാണിച്ചു തരാം. ജസ്റ്റ് ക്യാൻസൽ ആക്കിയിട്ട് ഇവിടെ കാണുന്ന ഈ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോപ്പി ലിങ്ക് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആ വീഡിയോ നിങ്ങൾക്ക് ക്രോമിൽ നിന്ന് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പോസ് ആക്കുന്നുണ്ട്, കാരണം കോപ്പിറൈറ്റ് ഇട്ടു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്താലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്തെടുക്കുക. ഈ ഭാഗമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗമാണ്. ഈ കോപ്പി ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ ടെലിഗ്രാമോ അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ നോട്ട്സോ ഇതിലേതെങ്കിലും ഒരു 3 ആപ്പിൽ ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യാം. എന്തിനാ വെച്ചാൽ നമ്മളിപ്പോൾ കോപ്പി ചെയ്തത് എവിടെയെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെറ്റാക്കുമ്പോൾ അവിടെ മ്യൂസിക് ഫ്രം എന്ന് എഴുതിയിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത സംഭവം അവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്ത ആ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടുക. നമ്മൾ വീഡിയോക്ക് ചാനലിൽ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇത് വർക്കൗട്ടായി, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടാതെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അടുത്തൊരു ഉഗ്രം വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കുന്നത് അതിലും മെസ്സേജ് അയക്കുക.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.